യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഈശോ ജന്മന അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്നതാണ്. ഈശോ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. ഇരുളിൽ കഴിയുന്നവർക്ക് പ്രകാശമായിട്ട് കടന്നു വന്നവനായിരുന്നു ഈശോ. ഈ സുവിശേഷൻ്റെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ, ഈശോ കൂടാരത്തിരുന്നാളിന് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഈശോ ദേവാലയത്തിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. യഹൂദർക്ക് ഈശോ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. താൻ ദൈവത്തിൽ നിന്നാണെന്ന് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ യഹൂദർ ഇവനെ എറിയാനായിട്ട് കല്ലുകളെടുക്കും. അപ്പോൾ ഈശോയും ശിഷ്യന്മാരും ഒഴിഞ്ഞു മാറി വരുന്ന വഴിക്കാണ് ഈശോ ഈ ജന്മന അന്ധനായ മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. ഈ മനുഷ്യനെ കാണുമ്പോൾ ഈശോയുടെ കൂടെയുള്ള ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായി തീർന്നത് ഇവൻ്റെ പാപം മൂലമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ എന്ന്. ഇത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചേക്കുന്നുണ്ട്, നിയമത്തിൻ്റെ ലംഘനമോ അല്ലെങ്കിൽ പാപം ചെയ്താലോ അല്ലെങ്കിൽ അന്യദൈവന്മാരെ ആരാധിക്കുകയൊക്കെ ചെയ്താൽ ദൈവം 3, 4 തലമുറകൾ വരെ ശിക്ഷിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദരൊക്കെ വിശ്വസിച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ അങ്ങനെ തകർച്ചകളൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ്. അപ്പോൾ ഈ ജന്മന അന്ധനായ മനുഷ്യനെ കാണുമ്പോഴും ഈശോയുടെ ശിഷ്യന്മാർ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്, ഇവൻ അന്ധനായി തീർന്നത് ഇവൻ്റെ പാപം മൂലമാണോ അത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ എന്ന്. എന്നാൽ ഈ ഒരു ചിന്താഗതിയെ തിരുത്തിക്കൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഇവൻ അന്ധനായി തീർന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും, സഹനങ്ങളും, തകർച്ചകളും, രോഗങ്ങളൊക്കെ എല്ലാം ദൈവത്തിൽ നിന്നാവണമെന്നില്ല. കാരണം നീതിമാൻ പോലും ജീവിതത്തിൽ സഹിക്കുന്നുണ്ടെന്ന് ജോബിൻ്റെ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ ബലഹീനതയിലാണല്ലോ ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. പൗലോസ്ലീഹ കാഴ്ചയുള്ളപ്പോൾ ദൈവത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ അന്ധതയുടെ നാളിൽ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ പൗലോസ്ലീഹ ഈശോനെ കണ്ടുമുട്ടുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സഹനങ്ങൾ, വേദനകൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഒരുപക്ഷെ ദൈവത്തെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ ഈശോയോട് കുറേയും കൂടി ചേർന്ന് നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമുക്കറിയാം, പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ഈശോ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് ഈശോ പറയുന്നുണ്ട്, നീ പോയി സീലോഹ എന്ന് പറയുന്ന കുളത്തിൽ പോയി കഴുകാനെന്നൊക്കെ. ഈ സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം സുവിശേഷം തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഐക്യപ്പെട്ടവനെന്ന്. ദൈവത്താൽ ഐക്യപ്പെട്ടവനാണ് ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 8:42 വാക്യമൊക്കെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ഞാൻ സ്വമേധയാ വന്നതല്ല, പിതാവാണ് എന്നെ അയച്ചതെന്നൊക്കെ ഈശോ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സീലോഹയിൽ പോയി കഴുകുക എന്ന് പറഞ്ഞാൽ ഈശോയിൽ സ്നാനപ്പെടുക എന്നാണ് അർത്ഥം. സഭാപിതാക്കന്മാർ ഈ സീലോഹ പോയി കഴുകുക എന്ന് പറയുന്നതൊക്കെ മാമോദീസയായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട്. മാമോദീസ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുക, ഇലുമിനേറ്റ് ചെയ്യുക, കാഴ്ച കൊടുക്കുക എന്നൊക്കെ സഭാപിതാക്കന്മാരെ നമ്മൾ പഠിപ്പിച്ചിരുന്നുണ്ട്. സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വെച്ചാൽ എല്ലാ കൂദാശകളുടെയും അടിസ്ഥാനവും ഉറവിടവും ദാതാവും ക്രിസ്തുവാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ കണ്ണുകളൊക്കെ തുറക്കുന്നുണ്ട്. അവരുടെ ജീവിതം കുറച്ചുകൂടി പ്രകാശപൂർണ്ണമാവുന്നുണ്ട്. അവർ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറപ്പെടുന്നുണ്ട്. അവസാനമായിട്ട് ചെറിയൊരു കഥയും കൂടി പറയാൻ ആഗ്രഹിക്കുക. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ജന്മന അന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് കുറേയേറെ കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ്റെ ജന്മദിനം എടുത്തപ്പോൾ അവൻ്റെ കൂട്ടുകാരെ കൂടി തീരുമാനിച്ചു ഇവന് നല്ലൊരു സമ്മാനം മേടിച്ചു കൊടുക്കണമെന്ന്. അവർ കുറേയേറെ ചർച്ച ചെയ്ത് ഒരു സമ്മാനം അവന് മേടിച്ചു. അവരത് നന്നായിട്ട് പാക്ക് ചെയ്ത് ഇവന് സമ്മാനം ബർത്ത്ഡേ എന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഈ അന്ധനായ മനുഷ്യൻ ഇവരുടെ സമ്മാനമൊക്കെ മേടിച്ച് ഒത്തിരി സന്തോഷത്തോടെ ഈ ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊട്ടിച്ച് ഈ സമ്മാനം തടകിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അതൊരു റാന്തൽ വിളക്കാണെന്ന്. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എനിക്ക് ഈ റാന്തൽ വിളക്ക്, എന്തിനാണ് എനിക്ക് ഈ വെളിച്ചത്തിൻ്റെ ആവശ്യം, ഞാൻ അന്ധനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാർ ഇവനോട് പറയുന്നൊരു മറുപടി ഉണ്ട്, നീ ഇനിമേൽ യാത്ര ചെയ്യുമ്പോൾ നീ ഈ റാന്തൽ വിളക്ക് കത്തിച്ച് പിടിച്ച് വേണം നടക്കാനായിട്ട്. അപ്പോൾ നിൻ്റെ ഈ പ്രകാശം കണ്ട് നിൻ്റെ എതിരെ വരുന്നവർ നിന്നെ തട്ടാതെ, നിന്നെ ഇടിക്കാതെ, നിനക്ക് ഉപദ്രവം ഏൽക്കാതെ നിന്നെ കടന്നു പോകും. അങ്ങനെ ഈ വെളിച്ചം നിന്നെ സംരക്ഷിക്കുമെന്നൊക്കെ. പിന്നീട് പതിയെ അവൻ്റെ യാത്രകളൊക്കെ അവൻ രാത്രിയിലേക്ക് ആക്കുന്നുണ്ട്. പകലിൻ്റെ ചൂടോ വിയർപ്പോ തിക്കും തിരക്കൊന്നും ഇല്ലാതെ സൗകര്യമായിട്ട് അവൻ്റെ സഞ്ചാരങ്ങളൊക്കെ രാത്രിയിലേക്ക് ആക്കും. പക്ഷേ ഒരു ദിവസം അവൻ യാത്ര ചെയ്യുമ്പോൾ ഇവൻ്റെ എതിരെ വന്നൊരു സൈക്കിൾക്കാരൻ ഈ മനുഷ്യനെ തട്ടും. ഈ മനുഷ്യൻ നിലത്ത് വീണ് ഇവൻ്റെ കയ്യിലുള്ള റാന്തൽ വിളക്ക് നിലത്ത് വീണ് പൊട്ടും. അപ്പോൾ ഈ അന്ധനായ മനുഷ്യൻ സൈക്കിൾക്കാരനോട് ചോദിക്കുന്നുണ്ട്, എടാ പൊട്ടാ, നിനക്ക് എന്താ കണ്ണ് കാണില്ലേ, എൻ്റെ കയ്യിൽ റാന്തൽ വിളക്കുള്ളത് നീ കണ്ടില്ലേന്ന് ചോദിക്കും. അപ്പോൾ ഈ സൈക്കിൾക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, നിങ്ങളുടെ കയ്യിൽ റാന്തൽ വിളക്കുണ്ടായിരുന്നു, പക്ഷേ അത് കത്തുന്നുണ്ടായിരുന്നില്ല. സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അന്ധത എന്ന് പറഞ്ഞാൽ അത് ആത്മീയ അന്ധതയാണ് അല്ലെങ്കിൽ പാപാവസ്ഥയാണ്. നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോഴേ ഇതുപോലെ അന്ധരാണ് അല്ലെങ്കിൽ പാപികളാണ്. ആദിമ മാതാപിതാക്കളുടെ പാപം മൂലവും ജന്മപാപം മൂലമൊക്കെ നമ്മൾ പാപികളായിട്ട് ജനിക്കുന്നത്. പാപികളായ അല്ലെങ്കിൽ അന്ധരായ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ കൂടി ഏറ്റവും നല്ലൊരു സമ്മാനം തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
അവർ തന്നെ സമ്മാനമാണ് ക്രിസ്തീയ ജീവിതം. അതിലേക്ക് നമ്മളെ കൈപ്പിടിച്ച് നടത്തുന്ന കൂദേശയാണ് മാമോദിസ. നമുക്ക് ഇലുമിനേഷൻ ചെയ്യുന്ന, നമുക്ക് കാഴ്ച നൽകുന്ന, നമ്മെ പ്രകാശിപ്പിക്കുന്ന, നമ്മെ യേശുവായിട്ട് ബന്ധിപ്പിക്കുന്ന കൂദാശ മാമോദിസ. അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഈ വെളിച്ചം ഒരു പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പോലും അറിയാതെ പതിയെ പതിയെ കെട്ടുപോയിട്ടുണ്ടാവാം. ചില ജീവിത അനുഭവങ്ങൾ, അല്ലെങ്കിൽ ചില ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചില വീഴ്ചകളൊക്കെ നമ്മെ പഠിപ്പിച്ചു തരും. നമ്മുടെ ഉള്ളിലത്തെ ഈ വെളിച്ചം നമുക്ക് പണ്ടേ നഷ്ടപ്പെട്ടു എന്ന്. അല്ലെങ്കിൽ ചില മനുഷ്യർ നമുക്ക് പറഞ്ഞു തരും, നിൻ്റെ ഉള്ളിലെ വെളിച്ചം കെട്ടുപോയി എന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ ജന്മന അന്ധനായ മനുഷ്യൻ ഈശോയുടെ വാക്കുകൾ വിശ്വസിച്ച് സീലോഹയിൽ പോയി കഴുകിയതുപോലെ നമുക്കും യേശുവിലേക്ക് തിരികെ നടക്കാം. യേശുവിൽ പുതിയ സൃഷ്ടികളായിട്ട് രൂപാന്തരപ്പെടാം. ഈ മനുഷ്യൻ യേശുവിനെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ആരാധിച്ചതുപോലെ നമ്മുടെ ഇനിയുള്ള ജീവിതങ്ങൾ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിച്ച് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.